പ്രിയപ്പെട്ട സഹോദരിമാര് നല്ലതുപോലെ ഈ ചരിത്രം കേട്ടോ. ഈ ചരിത്രം കേട്ടിട്ട് നീ തീരുമാനിക്കൂ, ഈ പറയുന്ന കാര്യം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യാറുണ്ടോ? അത് ചെയ്യാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത്. അല്ലാഹുവേ, നിനക്ക് നന്നാകാൻ കഴിയാത്തത്, നിനക്ക് നന്മ ചെയ്യാൻ കഴിയാത്തത്, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് മാറ്റം വരാത്തത്, നിന്റെ ഹൃദയം കരിങ്കല്ല് പോലെ കട്ടിയാകാനുള്ള കാരണം ഇതാ. മഹാനായ ഇമാം റാസി തങ്ങൾ പറയുകയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അതാ അവിടെ നിന്ന് മഹാനവറുകൾ പറയുന്നു, മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. എന്താണ് വിളിച്ചു ചോദിക്കുന്നത്? മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? ലോകത്തിന്റെ നേതാവിനെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന പെണ്ണ് മദീനയുടെ തെരുവിലൂടെ വിളിച്ചുകൊണ്ട് നടക്കുമ്പോ സ്വഹാബികൾ കാണിച്ചു കൊടുത്ത പെണ്ണ് ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകന്, ലോകത്തിന്റെ നേതാവിനെ കാണിച്ചു കൊടുക്കുമ്പോ ഈ പെണ്ണ് പെട്ടെന്ന് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് തൗബയുണ്ടോ നബിയേ? എന്റെ പാപം അല്ലാഹു പുറത്തു തരുവോ നബിയേ? പ്രവാചകന്റെ ചാരത്ത് പോയിരുന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. പ്രവാചകൻ എവിടെന്ന് പറയുന്ന പെണ്ണ്, നിന്റെ കരച്ചിലൊന്ന് നിർത്ത്, നീ നിന്റെ നിലവിളിയൊന്ന് നിർത്ത്. എന്തിനാ നീ കരയുന്നത്? നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ. കച്ചവടത്തിന് പോയാൽ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ, പോയി കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് അങ്ങനെ ഒരിക്കൽ കച്ചവടത്തിന് പോയപ്പോ, നീ സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അന്യ ഒരു പുരുഷനുമായി ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ. ആ ബന്ധത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ആ പെണ്ണ് പറയുകയാണ്, ഞാൻ വ്യഭിചരിച്ചു, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ഒരാളോടും ഞാൻ പറഞ്ഞില്ല, എന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞില്ല. ഒരാളോടും ഞാൻ പറഞ്ഞില്ല, ഒരാളെയും ഞാൻ അറിയിച്ചില്ല. കാരണം ഭർത്താവ് നാട്ടിലില്ല, മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. വേറെ ആരും അറിയാതെ ഞാൻ എന്റെ വയറ്റിലിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു. അങ്ങനെ 9.5 മാസം കഴിഞ്ഞു. അല്ലാഹുവേ, പെണ്ണ് പറയുന്നു, മുത്തുനബിയേ, ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു നബിയേ, ഞാനൊരു ആൺകുഞ്ഞിനെ ജന്മം കൊടുത്തു നബിയേ. പ്രസവിച്ചു കഴിഞ്ഞപ്പോ എന്റെ പൊന്നുമോന്റെ കഴുത്തു ഞെരിച്ചു കൊന്നുകളഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഞാൻ അവിടെ നിന്ന് കൊന്നുകളഞ്ഞു നബിയേ. എന്നിട്ട് മയ്യത്ത് എന്ത് ചെയ്തെന്നറിയുമോ? എന്നിട്ട് മയ്യത്ത് എന്താണ് ചെയ്തത്? അവിടെ നിന്ന് കുടിച്ചിട്ടില്ല. ഈ പെണ്ണ് പറയുന്നു, നബിയേ, എന്റെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ? ഈ പെണ്ണിനൊരു ജോലി ഉണ്ടായിരുന്നു, ഒരു കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു, സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ. അല്ലാഹുവേ, ഒരു സൈഡ് ബിസിനസ് ആണല്ലോ. അവിടെ നിന്ന് സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. എന്ത് ചെയ്തെന്നറിയുമോ? ഏറ്റവും കൂടുതൽ പവർ കൂടിയ സുറുക്കയുടെ ഭരണിക്കകത്തേക്ക് തന്റെ കുഞ്ഞിന്റെ മയ്യത്തിട്ടടച്ചു വെക്കുകയോ. മാങ്ങയെ
മാങ്ങയൊക്കെ ഉപ്പിലിടുമല്ലോ, നെല്ലിക്ക ഉപ്പിലിടുമല്ലോ, ഭരണിക്കകത്തിട്ട് വെക്കുന്നത് പോലെ തന്റെ പൊന്നാര മകന്റെ ജനാസയെടുത്തിട്ട് ഭരണിക്കകത്ത് വെച്ചടച്ചു വെക്കുകയാണ്. അതിനകത്ത് കിടന്ന് അഴുകുകയാണ്, അതിനകത്ത് കിടന്ന് അഴുകുകയാണ്. കുഞ്ഞിന്റെ ഇറച്ചി മുഴുവനും അതിനകത്ത് അഴുകിയങ്ങ് ചേരാൻ തുടങ്ങി, എല്ലുകൾ പൊടിയാൻ തുടങ്ങി, എല്ലാം അതിനകത്തേക്ക് ദ്രവിച്ചങ്ങ് തീർന്ന് കഴിഞ്ഞപ്പോ ഒരുപാട് മാസങ്ങൾ അതിനകത്ത് അടച്ചു വെച്ചു. ഒരടയാളവും കാണുന്നില്ല, എല്ലാം അതിനകത്ത് അലിഞ്ഞു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ് ഫജിതുഹാ, ഞാനത് ജനങ്ങൾക്ക് വിറ്റു നബിയേ, കുടിക്കാൻ കൊടുത്തു നബിയേ, കൊടുത്തു കാശാക്കി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. മുത്തിനബി കരയുകയാ, എന്തൊരു പാവമാ പടച്ചവര്, എന്തൊരു പാവമാ പടച്ചവര്. പടച്ചവനെ വ്യഭിചരിച്ചു, വ്യഭിചാരത്തില് ഉണ്ടായ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കൊന്നുകളഞ്ഞു. അതിനെ പടച്ചവനെ സുറുക്കയുടെ ഭരണിക്കകത്തിട്ട് അടച്ച് എല്ലാം അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞപ്പോ അതുപോലും ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് കാശ് വാങ്ങിയ പെണ്ണല്ലേ. അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാ, എങ്ങനെ കഴിഞ്ഞു പടച്ചവര്, ഈ പെണ്ണിങ്ങനെ ആകാനുള്ള കാരണമെന്ത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഈ പെണ്ണീ കഥ പറഞ്ഞു കൊടുത്തപ്പോ റസൂലുള്ള ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? നീ ഇങ്ങനെയാകാനുള്ള കാരണമെന്തെന്നറിയുമോ? ഒരു പെണ്ണ് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാ, നബിയെ, എന്റെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഗൾഫിൽ പോണ പോലെ 2 കൊല്ലൊക്കെ കഴിഞ്ഞ് വരാറുള്ളൂ. പോയി കഴിഞ്ഞാൽ പോയതാ മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ. ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ ഒരുത്തൻ വീട്ടിൽ കയറി വന്നു, ശാരീരികമായി ബന്ധപ്പെട്ടു. ഞാനാണെങ്കിൽ ഗർഭിണിയായി, ആരോടും പറഞ്ഞില്ല, പരിസരത്തും ആരുമില്ലാത്തത് കൊണ്ട് ആരും അറിയാതെ ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് നടന്ന് 9.5 മാസം കഴിഞ്ഞു, പ്രസവിച്ചു. ഞാൻ തന്നെ അങ്ങ് കൊന്നു. എന്നിട്ട് ഉപ്പിലിടുന്നത് പോലെ സുറുക്കയുടെ കുപ്പിക്കകത്ത് വെച്ച് അടച്ചു വെച്ചു. അതിനകത്ത് കിടന്ന് അഴുകി ഇറച്ചിയും എല്ലുകളും എല്ലാം ദ്രവിച്ചു. അതിനകത്തേക്ക് അങ്ങ് അലിഞ്ഞ് ചേർന്ന് കളഞ്ഞപ്പോ എടുത്ത് കളഞ്ഞൊന്നുമില്ല. അത് നാട്ടുകാർക്ക് കുടിക്കാൻ കൊടുത്തിട്ട് ഞാൻ കാശ് വാങ്ങി നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെയാകാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു, ഫഇന്നി അറാ അന്നക തറക്തി സ്വലാത്തൽ അസ്രി, നീ അസർ നമസ്കരിക്കാറില്ലേ എന്നാ ചോദിച്ചേ. ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം, നീ അസർ നിസ്കരിക്കാത്ത ഒരു പെണ്ണല്ലേ എന്ന്. എന്റെ സഹോദരങ്ങളെ, ഞാൻ നമ്മളോട് ചിന്തിക്കുക, എത്ര വലിയ നന്മകൾ കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തും മാറ്റം വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നീ ചിന്തിച്ചു നോക്ക്. അസർ നമസ്കരിക്കാറുണ്ടോ? അസർ നമസ്കരിക്കാത്തവരുടെ ഹൃദയം കഠിനമായി പോകും. നിന്റെ മക്കള് സ്കൂള് വിട്ട് വീട്ടിൽ വരുമ്പോ കുളിപ്പിച്ചു ഭക്ഷണവും കൊടുത്തിട്ട് നീ മദ്രസയിൽ വിടും, നല്ല കാര്യം. ട്യൂഷന് വിടും, നല്ല കാര്യം. പക്ഷെ അസർ നമസ്കരിപ്പിക്കാറുണ്ടോ? കണ്ടവന്റെ കൂടെ ഒളിച്ചോടുമ്പോ നെഞ്ചുപൊട്ടി കരഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നീ ഇത് ചെയ്യ്. നീ ചോദിക്കുമല്ലോ, 18 കൊല്ലം പോറ്റി വളർത്തി എന്റെ മകള് എങ്ങനെ കഴിഞ്ഞു ഉസ്താദെ ഞങ്ങളെ കളഞ്ഞിട്ട് പോകാൻ? ഞങ്ങൾ വിളിച്ചു കൂവിയിട്ട് പോലും അവള് പരിഗണിച്ചില്ലല്ലോ. എങ്ങനെ പരിഗണിക്കാനാ? എങ്ങനെ പരിഗണിക്കാനാ? എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചത്, നീ അസർ നമസ്കരിക്കാറില്ലേ എന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയുകയാ, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് സിനിമ കണ്ടിട്ടോ സീരിയൽ കണ്ടിട്ടോ നോവല് വായിച്ചിട്ടോ അല്ല പഠിക്കേണ്ടത്. എങ്ങനെയാ വളർത്തേണ്ടത് എന്ന് നിന്റെ നേതാവ് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് എങ്ങനെയാ? ഉമ്മയില്ലാത്ത ഒരു മകളെ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തി കാണിച്ചു തന്നു. ഒരു പെൺകുട്ടി എങ്ങനെ വളർത്തണമെന്ന് ഫാത്തിമ ബീവിയുടെ ചരിത്രം വായിച്ചാൽ മതി. പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമോളെ വളർത്തിയത് എങ്ങനെയാണെന്ന് ഫാത്തിമ ബീവിയുടെ ചരിത്രം എടുത്തു വായിച്ച മനസ്സിലാക്കും. ആ ചരിത്രം നീയൊന്ന് എടുത്തു വായിച്ചിട്ട് അതുപോലെ വളർത്തു നിന്റെ പെൺമകളെ. ആ മുത്തുനബി എങ്ങനെയാണോ ഫാത്തിമ ബീവിയെ വളർത്തിയത്, അതേ രീതിയിൽ നീ നിന്റെ മക്കളെ വളർത്തും. അങ്ങനെ വളർത്തിയാലാ നിനക്ക് അല്ലാഹു സ്വർഗം തരാന്ന് പറഞ്ഞേ. അങ്ങനെ വളർത്തിയാലാ നാളെ മുത്തുനബിയുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുക. അല്ലാതെ നിനക്ക് തോന്നുന്നത് പോലെയല്ല.
നിനക്ക് തോന്നുന്ന രീതിയിൽ ഏതെങ്കിലും നായികമാരെ കണ്ടിട്ട് അതുപോലെ വളർത്താൻ അവരുടെ കൂടെ നിനക്ക് പോകാം. മുത്തുനബി തന്റെ പൊന്നുമോളെ വളർത്തിയ രീതിയിൽ വളർത്തിയ മുത്തുനബിയുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ പോകാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മകളെ വളർത്തേണ്ടെന്ന്. അതുപോലെ വളർത്തിയാൽ മാത്രം പോരാ. തന്റെ പൊന്നാര മക്കളെ വളർത്തി 18 വയസ്സായി പ്രായപൂർത്തിയായി മക്കൾക്ക് വിവാഹപ്രായമായി. അങ്ങനെ വിവാഹപ്രായമായി എത്തിക്കഴിഞ്ഞാൽ ആ മക്കളെ അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുക്കണം. അല്ലാതെ ഏതെങ്കിലും പൊട്ടന്റെ കൈ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല. നിന്റെ പെമ്മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് നീ 4 കാര്യം പരിഗണിക്കണം. തുൽഖഹുൽ മർഅതു ലിഅർബഈൻ, 4 കാര്യങ്ങൾ പരിഗണിക്കണം. മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ സൗന്ദര്യമുണ്ടോ എന്ന് നോക്കണം. നിന്റെ മകളെ വിവാഹം കഴിക്കുന്ന പയ്യന് സൗന്ദര്യമുണ്ടോ, അവന് സമ്പത്തുണ്ടോ, കുടുംബമഹിമയുണ്ടോ, ദീനുണ്ടോ, 4 നീ പരിഗണിക്കണം. അല്ലാതെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കലല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, സൗന്ദര്യത്തിനേക്കാൾ, സമ്പത്തിനേക്കാൾ, കുടുംബമഹിമയേക്കാൾ നീ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് ദീനിന് നീ പരിഗണന കൊടുക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വാപ്പമാര് തന്റെ പൊന്നാര മക്കളുടെ വിവാഹപ്രായം എത്തിയപ്പോൾ ആലോചന നടത്തും. ദീനൊന്നും ആരും നോക്കാറില്ല. പണം ഉണ്ടോ എന്നാ നോക്കുന്നത്. കെട്ടുന്നവന് പണം ഉണ്ടെങ്കിൽ ഒന്ന് കെട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല, ഓന്റെ കെട്ടി കൊടുക്കും. അവൻ എന്തൊക്കെ പോരായ്മയുണ്ടോ? അവൻ നിസ്കരിക്കുവോ, പള്ളിയിൽ പോകുവോ, അള്ളാഹുവെ പടച്ചവനെ ഭയന്ന് ജീവിക്കുന്നവൻ നോക്കാറില്ല. പണം ഉണ്ടെങ്കിൽ അവന് വിവാഹം കഴിച്ചു കൊടുക്കും, സൗന്ദര്യം ഉണ്ടെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കും, കുടുംബമഹിമ ഉണ്ടെങ്കിൽ പിന്നെ ദീനൊന്നും നോക്കാറില്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതെല്ലാം നീ പരിഗണിക്കണം. ദീനിനാണ് നീ മുൻഗണന നൽകേണ്ടത്. ദീനിനാണ് മുൻഗണന നൽകേണ്ടത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 18 വയസ്സായി. മുത്തുനബി തന്റെ പൊന്നാര മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമക്കളെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രവാചകന്റെ വീട്ടിലേക്ക് ആലോചനകൾ വന്നു തുടങ്ങി. ഒരുപാട് സ്വഹാബികൾ വന്നു, ഒരുപാട് സമ്പന്നന്മാര് വന്നു, ഒരുപാട് വലിയ സ്വഹാബത്ത്, അബൂബക്കർ തങ്ങൾ ഉൾപ്പെടെ, ഉമർ തങ്ങൾ ഉൾപ്പെടെ പലരും മുത്തുനബിയുടെ മുന്നിൽ വന്നു വിവാഹത്തിന് ആലോചിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തില്ല. പക്ഷെ ആരെയാണ് പ്രവാചകൻ തെരഞ്ഞെടുത്തത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 10ാമത്തെ വയസ്സിൽ കൂടിയ സഹാബിയാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മുത്തുനബിയുടെ കൂടെ കൂടിയതാ 10ാമത്തെ വയസ്സിൽ. അലിയാരി തങ്ങൾക്ക് ഫാത്തിമ ബീവിയെ വലിയ ഇഷ്ടമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളെ അലിയാരി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. പ്രേമവും പ്രണയമൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു അലിയാരി തങ്ങൾക്ക്. ഒരിക്കൽ അലിയാരി തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, അലിയെ, ഫാത്തിമ ബീവിയുടെ കല്യാണ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ നടക്കുന്നേ? അലിയാരി തങ്ങൾക്ക് അള്ളാഹുവെ ഫാത്തിമ ബീവിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അലിയാരി തങ്ങൾ മുത്തുനബിയുടെ മുന്നിൽ പോയി ചോദിക്കാൻ തീരുമാനിച്ചു. പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് ഫാത്തിമയെ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ എന്ന് ചോദിക്കാൻ അലിയാരി തങ്ങൾ തയ്യാറായി. അങ്ങനെ അലിയാരി തങ്ങൾ ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പ്രവാചകന്റെ അടുക്കൽ ചോദിക്കാൻ ചെന്നു. പക്ഷേ പ്രവാചകന്റെ ശറഫാക്കപ്പെട്ട മുഖം കണ്ടപ്പോ അലിയാരി തങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എന്റെ അലിയെ വന്നത്? ഒന്നുമില്ല നബിയെ. എന്റെ അലിയെ വന്നത്? അലിയാരി തങ്ങൾക്ക് ചോദിക്കാൻ മടി. ഒന്നുമില്ല എന്ന് മിണ്ടാതിരുന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു, അലിയെ, എന്റെ ഫാത്തിമയെ നീ വിവാഹം കഴിക്കുമോ? മുത്തുനബിക്ക് അറിയാമായിരുന്നു അലിയാരി തങ്ങളെ. പ്രവാചകൻ ഇങ്ങോട്ട് ചോദിച്ചു, എന്റെ ഫാത്തിമയെ നീ വിവാഹം കഴിക്കുമോ? അലിയാരി തങ്ങൾ പറഞ്ഞു, നബി, എനിക്ക് സമ്മതമാണ് നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? മഹർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അലിയാരി തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല. അലിയാരി തങ്ങൾ പറഞ്ഞു, എന്റെ അടുക്കൽ ഒന്നുമില്ല നബിയെ. ഉള്ളത് തുറന്നു പറഞ്ഞു, കള്ളവൊന്നും പറഞ്ഞില്ല. അവിടെയുണ്ട് ഇവിടെയുണ്ടെന്നൊന്നും പറഞ്ഞില്ല. എനിക്കില്ല നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയെ, നിനക്ക് ഞാനൊരു പടയങ്കി വാങ്ങി തന്നിട്ടുണ്ടല്ലോ. എവിടെ? വീടിനകത്തുണ്ട് നബിയെ. കൊണ്ടുപോയി വിറ്റാൽ എത്ര രൂപ കിട്ടും? ഒരു 400 ദിർഹം കിട്ടും നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൊണ്ടുപോയി വിറ്റിട്ട് കാശുമായിട്ട് വരാൻ. അലിയാരി തങ്ങൾ ആ പടയങ്കിയുമായി കമ്പോളത്തിൽ പോയി.
വിൽക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാ. ഒരുപാട് സമയം കഴിഞ്ഞു. അതാ തൊട്ടുപുറകിൽ ഒരു സഹാബി വന്ന് വിളിക്കുന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ ആദ്യത്തെ പുതിയാപ്പളയാ. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, എന്തേ അലിയെ എവിടെ നിൽക്കണത്? ഫാത്തിമയെ വിവാഹം കഴിക്കണം, അതിന് മഹർ കൊടുക്കണം, അതുകൊണ്ട് ഈ പടയെങ്കി വിൽക്കാൻ വന്നതാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എത്ര രൂപയാവും? ഒരു 400 ദിർഹമാകും. അലിയാര് തങ്ങളുടെ കയ്യിൽ 400 ദിർഹം കൊടുത്തിട്ട് ഉസ്മാൻ തങ്ങൾ ആ പടയെങ്കി അങ്ങ് വാങ്ങി. എന്നിട്ട് അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയെ, എനിക്ക് പ്രായമായി, എനിക്കെന്തിനാ പടയെങ്കി? നീ ഒരു യോദ്ധാവാണല്ലോ, നിന്റെ കയ്യിലിരിക്കട്ടെ. രണ്ടും തിരിച്ചു കൊടുത്തു. അലിയാര് തങ്ങൾ അള്ളാഹുവെ വളരെ സന്തോഷത്തോടെ മുത്തുനബിയുടെ വീടിന്റെ അകത്ത് ചെന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലേക്ക് 400 ദിർഹം കൊണ്ടുപോയി വെച്ചു കൊടുത്തു. പ്രവാചകൻ ചോദിച്ചു, അലിയെ, വലീമ കൊടുക്കണമല്ലോ, നിക്കാഹ് കഴിഞ്ഞാൽ വലീമ കൊടുക്കണമല്ലോ. എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ. ആ സമയത്ത് സഅദ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബി പറഞ്ഞു, നബിയെ, എന്റെ വീട്ടിൽ ഒരു ആട് നിൽക്കുന്നുണ്ട്, അലിയാര് തങ്ങൾക്ക് ഞാൻ കൊടുത്തേക്കാം. 2 സ്വഹാബികൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഗോതമ്പ് മാവിരിപ്പുണ്ട് നബിയെ, അത് ഞങ്ങൾ അലിച്ചു കൊടുക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ആടും കിട്ടി, ഗോതമ്പ് മാവും കിട്ടി. ആരുടെ വിവാഹമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. വിവാഹം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ഇതിന്ന് പഠിച്ചോണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹത്തിന് സഅദ് തങ്ങൾ അള്ളാഹുവെ അവിടെ നിന്ന് ഒരു ആടിനെ കൊടുത്തു. മറ്റു 2 സ്വഹാബത്ത് കുറച്ച് ഗോതമ്പ് മാവ് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, അലിയാര് തങ്ങൾക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു വീടില്ല. അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും കൂടെ ഈന്തപ്പന ഓലകൾ കൊണ്ട് ചെറിയ ഒരു റൂം കെട്ടി പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിന് മുമ്പ് ഈ ചരിത്രം എല്ലാ മാതാപിതാക്കളും പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ച് വിടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ അലിയാര് തങ്ങൾക്ക് ഒരു ഓല ഷെഡ് കെട്ടിക്കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ വിവാഹം കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹമുണ്ടല്ലോ. അള്ളാഹുവേ, ലോകത്തിന്റെ നേതാവിന്റെ പൊന്നാര മകളുടെ വിവാഹം എങ്ങനെയായിരുന്നു? പക്ഷേ ഇന്ന് നടക്കുന്ന വിവാഹങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യത്തിന് ഭക്ഷണം കൊടുത്തോ, ആവശ്യത്തിന് സ്വർണം കൊടുത്തോ, ആറ് വേണോ, എന്ത് വേണമെങ്കിലും കൊടുത്തോ. പക്ഷേ അനാമത്തായിട്ടുള്ള ചെലവുകളെങ്കിലും നിങ്ങൾ ഒഴിവാക്കണേ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളുടെ കല്യാണം കഴിഞ്ഞു. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്തിനാടാ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറയുന്നത്? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറയുന്നത് വെറുതെയല്ലടാ. ദീനുള്ള പെണ്ണുമായിട്ടുള്ള വിവാഹ ജീവിതം വളരെ മനോഹരമാ. അതുപോലെ സന്തോഷമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. കുടുംബജീവിതം പോലെ സമാധാനവും സന്തോഷവും ആനന്ദവും സുഖവുമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല ചെറുപ്പക്കാരാ. കാരണം അത്രയ്ക്ക് ആനന്ദമാണ്. എന്തൊരു സന്തോഷമെന്നറിയുമോ? അല്ലാഹുവേ, ഒരു സാലിഹത്തായ പെണ്ണിനെ ഭാര്യയായി കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണമടാ ചെറുപ്പക്കാരാ. അതിനൊരു ഭാഗ്യം വേണമടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ വളർത്തിയ പൊന്നാര മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. പടച്ചവനെ, കല്യാണം കഴിഞ്ഞു. അലിയാര് തങ്ങളും ഫാത്തിമയും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവി മണിയറക്കകത്ത് കയറി. അലിയാര് തങ്ങളും കയറി. വീടിന്റെ വാതിലടച്ചു. അലിയാര് തങ്ങൾ മണിയറക്കകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാണ്. പടച്ചവനെ, മണിയറക്കകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കിന്റെ തിരിയങ്ങണയ്ക്കുമ്പോ അലിയാര് തങ്ങളൊരു തേങ്ങല് കേൾക്കുകയാണ്. മണിയറക്കകത്ത് വല്ലാത്തവര് കരച്ചില് കേൾക്കുകയാണ്. അല്ലാഹുവേ, ആരാ തമ്പുരാന്? അലിയാര് തങ്ങൾ ചെന്ന് നോക്കുമ്പോ പുതുമണവാട്ടി മണിയറക്കകത്തിരുന്ന് കരയുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറക്കകത്തിരുന്ന് കരയുകയാ. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ, നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ. പിന്നെ എന്തിനാണ് നീ കരയുന്നത്? എന്ത് പറ്റി ഫാത്തിമ? ഫാത്തിമ ബീവി
ബീവിയൊന്നും മിണ്ടുന്നില്ല. അലിയാര് തങ്ങൾ പിന്നെയും ചോദിച്ചു. അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അലിയേ, ഈ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കങ്ങണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ. ഈ വീടിന്റെ അകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. അലിയേ, പടച്ചവനെ എന്നെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പലകയെടുത്ത് നിരത്തിയിട്ട് എല്ലാവരും മണ്ണിട്ട് മൂടിയിട്ട് പോകുമ്പോ അതിനകത്ത് വല്ലാത്ത ഇരുളല്ലേ അലിയേ, അതിനകത്ത് വെളിച്ചമില്ലല്ലോ അലിയേ. എനിക്ക് ഖബർ ഓർമ്മ വന്നു അലിയേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ മണിയറയ്ക്കകത്തിരുന്നിട്ട് തന്റെ ഭർത്താവിനോട് പറയുമ്പോ അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ, ഇന്ന് നമ്മുടെ അതിരാത്രിയാണ്. ഫാത്തിമ, ഇത് നമ്മുടെ മണിയറയാണ്, ഇത് നമ്മുടെ മണിയറയാണ്. നീ ഇതിനകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അവിടെന്ന് പറയുന്നു, അലിയേ, മണിയറ ഇവിടെയല്ല അലിയേ. വിഭാഗത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ, അവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. മണിയറ ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാണ്. 6 അടി മണ്ണിലെ ഖബറിന്റെ അകത്താണ്, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്താണ്. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പുതിയ പളയോട് പുതിയ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, മണിയറ ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാണ്. തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും മോഹങ്ങളുമായി മണിയറയ്ക്കകത്ത് ചിരിക്കുന്ന മുഖത്തോടെ കിടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരു തീരുള്ള പെണ്ണ് പറഞ്ഞു കൊടുത്തതെന്തെന്നറിയുമോ? അലിയേ, ഖബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാ, ഖബർ ഞെരിക്കും അലിയേ. ഖബറിന്റെ അകത്ത് വല്ലാത്ത ശിക്ഷയാണ്. ആ ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചു, ഖബറിന്റെ അദാബുകളെ കുറിച്ചു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് തന്റെ ഭർത്താവിനെ കൊണ്ട് കരയിപ്പിക്കുകയാ. പുതിയ പെണ്ണ് തന്റെ ഭർത്താവിനോട് ഖബറിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, അലിയേ, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണ്. നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ദിവസമാണ്. നമ്മൾ ഒത്തുചേരുന്ന ദിവസമാണ്. അതുകൊണ്ട് അലിയേ, ഏറ്റവും സന്തോഷമുള്ള ഈ രാത്രി ഉണ്ടല്ലോ, നമ്മുടെ മണ്ണറ മണിയറയാക്കാം അലിയേ. ഈ രാത്രി നമ്മുടെ മണ്ണറ മണിയറയാക്കോ, നമുക്ക് മാറ്റിവെക്കാം അലിയേ. പുതിയ പടയുടെ കയ്യിൽ പിടിച്ചിട്ട്, തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ എന്ന ദീനുള്ള പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, ഇന്ന് നമുക്കൊരുമിച്ച് നമസ്കരിക്കാം, ഇന്ന് നമുക്കൊരുമിച്ച് തൗബ ചെയ്യാം, ഇന്ന് നമുക്കൊരുമിച്ചിരുന്ന് ഖുർആൻ ഓതാം. ഇന്നത്തെ രാത്രി മുഴുവനും 6 അടി മണ്ണിലെ ഖബർ മണിയറയാകാറ്. 6 അടി മണ്ണില് പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, അത് മണിയറയാക്കാം, നമുക്ക് മാറ്റിവെക്കാം അലിയേ. ഫാത്തിമ ബീവി പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ എടാ വിവാഹത്തിന്റെ ആർഭാടങ്ങളും ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞു. അവസാനം മണിയറയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോ ദീനുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഒതുവെടുത്തിട്ട് വായിക്കാ, എല്ലാ തിരക്കുകളും കടഞ്ഞില്ലേ, ഇനി പോയിട്ട് ഒതുവെടുത്തിട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും ശുക്രിന്റെ നമസ്കാരം നമസ്കരിക്കാം, അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്താം. ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, ആദിരാത്രിയിലെ മണിയറയ്ക്കകത്ത് കടന്നു വരുന്ന ഭർത്താവിനോട് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, ദീനുള്ള കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, ഒതുവെടുത്തിട്ട് വാ, നിങ്ങൾ ഇമാമത്ത് നിൽക്കൂ, ഞാൻ പുറകിൽ നിന്ന് നമസ്കരിക്കാം.
അങ്ങനെ അതിരാത്രിയിലെ മണിയറയ്ക്കകത്ത് ഭർത്താവിനെ ഇമാമത്ത് നിർത്തിയിട്ട് ഭാര്യ പുറകിൽ നിന്ന് നമസ്കരിക്കുകയോ. അവിടെ നിന്ന് നമസ്കാരം കഴിയുമ്പോ ഭാര്യ പറയുന്നു, ഇന്നലെ വരെ ഒരുപാട് പാപം ചെയ്തവരാണ്, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തവരാണ്, ഇന്ന് മുതലൊരു പുതിയ ജീവിതം തുടങ്ങുകയാണല്ലോ. അതുകൊണ്ട് മണിയറയ്ക്കകത്തിരുന്നിട്ട് ദുആ ചെയ്യുക. ഭർത്താവിനോട് പറയുകയാ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും പടച്ചുറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ഈ ആദിരാത്രി മണിയറയ്ക്കകത്തിരുന്ന് തൗബ ചെയ്യൂ. തന്റെ ഭർത്താവിനെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കുകയാണ്. ദുആ ചെയ്ത് കഴിയുമ്പോ ഭാര്യ പറയുന്നു, ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യൂ. നബി ഒരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ഈ ദുആ ചെയ്യണമല്ലോ. ദീനുള്ള പെണ്ണ് ഭർത്താവിന് പറഞ്ഞു കൊടുക്കും, എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യൂ. അല്ലാഹുവേ, ദുആ എല്ലാം കഴിഞ്ഞു, നിയ്യത്തുകൾ നന്നാക്കി, രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്ത് വിവാഹ ജീവിതം തുടങ്ങി. രണ്ടുപേരും കിടന്നുറങ്ങി. രാവിലെ 4 മണിയാകുമ്പോ പുതിയ പെണ്ണലാറം വെച്ചെഴുന്നേക്കുകയാ. അതാ മണിയറയ്ക്കകത്ത് കിടക്കുന്ന ഭർത്താവിന് വിളിക്കുന്നു, എഴുന്നേക്കിക്കോ, തഹജ്ജുദ് നിസ്കരിക്കാ സമയമായിക്കോ, സുബഹിക്ക് ബാങ്ക് വിളിക്കാ സമയമായിക്കോ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചുണർത്തുകയാണ്. ഭാര്യ പറയുന്നു, ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്നു മുതല് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. എന്റെ ഭർത്താവ് 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനാകണം. മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് അവിടെ നിന്ന് കുളിപ്പിച്ച് ഒലുപെടുപ്പിച്ചിട്ട് രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്തിരുന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയാ. അല്ലാഹുവേ, സുബഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഭാര്യ പറയുന്നു, ഭാര്യയും ഭർത്താവിനും ജമാഅത്തായി നിസ്കരിക്കാമല്ലോ, നിങ്ങൾ ഇമാമത്ത് നിൽക്ക്, നിങ്ങൾ ഇമാമത്ത് നിൽക്ക്, ഞാൻ പുറകിൽ നിന്ന് നമസ്കരിക്കാ. അങ്ങനെ ഭാര്യ ഭർത്താവിനെ ഇമാമത്ത് നിർത്തിയിട്ട് നിസ്കരിപ്പിക്കുകയാ. എടാ ചെറുപ്പക്കാരാ, ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണമടാ പൊന്നുമോര്. അതുകൊണ്ടാ പറഞ്ഞത്, ദീനുള്ളതിനെ വിവാഹം കഴിക്കൂ, അല്ലാഹുവിനെ പേടിയുള്ളതിനെ വിവാഹം കഴിക്കൂ. അല്ലാ ഇങ്ങനെയാണ് മകളെ വളർത്തേണ്ടത്, ഇങ്ങനെയാണ് മുത്തുനബി വളർത്തിയത്. അതുകൊണ്ടാണ് ഫാത്തിമ ബീബി ഇങ്ങനെ ചെയ്തു കൊടുത്തത്. അല്ലാഹുവേ, ഫാത്തിമ ബീവിയും മരിയാരിതങ്ങളും മണിയറയ്ക്കകത്ത് കിടക്കുകയാണ്. അവരുടെ ചെറിയ ഓല ഷെഡുണ്ടല്ലോ, ആ ഈന്തപ്പന ഓലകൾ കൊണ്ട് നെയ്ത വീടുണ്ടല്ലോ, കിടക്കാൻ കട്ടിലില്ല, മെത്തയില്ല, വിരിപ്പില്ല, ചരൽ കല്ലുകളായിരുന്നു, ചരൽ കല്ലുകളായിരുന്നു. അവര് കിടന്നത് എന്തിന്റെ മുകളിലാണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അലിയാരിതങ്ങളും എന്തിന്റെ മുകളിലാണ് കിടന്നുറങ്ങിയതെന്നറിയോ? അലിയാരിതങ്ങൾക്ക് ആകെയുണ്ടായിരുന്നത് ഒരാടിന്റെ തോലാണ്, ഒരാടിന്റെ തോലാണ്. ഈ ആടിന്റെ തോല് വിരിച്ചിട്ട് ഫാത്തിമ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയും അലിയാരിതങ്ങളും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയത് ആടിന്റെ തോലിന്റെ മുകളിലോ. വലിപ്പം ചിന്തിക്കുവാപ്പാ, വലിപ്പം ചിന്തിക്കു പെങ്ങള്. ഈ ആടിന്റെ തോലിന്റെ മുകളിലാണ് രണ്ടുപേരും കിടന്നത്. രാവിലെയായാൽ ആടിന്റെ തോലെടുത്ത് അലിയാരിതങ്ങൾ എടുത്തു കൊണ്ടുപോവുകയാണ്. എന്തിനെന്നറിയുമോ? അലിയാരിതങ്ങൾക്കൊരു കുതിരയുണ്ടായിരുന്നു. അലിയാരിതങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും മണിയറയിൽ കിടക്കുമ്പോ വിരിച്ചിരുന്നത് ഒരു ആടിന്റെ തോല. ഈ ആടിന്റെ തുകളിന്റെ മുകളിലായി ഈ ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്നത്. രാവിലെയായ ഇതെടുത്തോണ്ട് പോയി കുതിരയുടെ മുന്നിൽ വെക്കും, അതിനകത്താ തീറ്റിയിട്ട് കൊടുക്കണേ.
അലിയാര് തങ്ങൾ പകല് തന്റെ വീട്ടിലെ കുതിരയ്ക്ക് തീറ്റിയിട്ട് കൊടുക്കുന്നത് ഈ കാണുന്ന ആടിന്റെ തോലിന്റെ മുകളിലാ. രാത്രിയായ കഴുകി വിരിച്ചിട്ട് കിടന്നുറങ്ങും. ഇതായിരുന്നു മുത്തുനബിയുടെ പൊന്നുമോളുടെ ജീവിതം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിയോ വഴക്കോ ബഹളവോ ഒന്നുമില്ല. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ച് വിട്ടതിന് ശേഷം ഒരു ദിവസം കാണാൻ പോയി. നമ്മളൊക്കെ പോവല്ലോ, കെട്ടിച്ചു വിട്ട മകളെ കാണാൻ പോകുമല്ലോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമോളുടെ വീട്ടിൽ പോയപ്പോ ഇരുന്ന് കരയാ. വാപ്പാനെ കണ്ടതും കരച്ചിൽ തുടങ്ങി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയുന്നത് കണ്ടപ്പോ മുത്തുനബി ചോദിച്ചു, എന്തേ ഫാത്തിമ നീ കരയുന്നത്? വാപ്പ പട്ടിണിയാ വാപ്പ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. അള്ളാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നാര മകളു പറയുകയാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ പട്ടിണിയാ. വാപ്പ ഉടനെ എല്ലാം മാരി കെട്ടിക്കോ പോകാന്നല്ല പറഞ്ഞത്. നമ്മളങ്ങനാണല്ലോ, പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തെ പൊറുതിയൊക്കെ മതിയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ കരളിന്റെ കഷ്ടം, ലോകത്ത് മുത്തുനബി സ്നേഹിച്ചതുപോലെ ഒരു വാപ്പയും മകളെ സ്നേഹിച്ചിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ സ്നേഹിക്കത്തുമില്ല. അത്രയ്ക്കും സ്നേഹമുള്ള ഫാത്തിമ എന്ന പൊന്നുമോള് പറയുകയാ, 3 ദിവസമായി വാപ്പ വല്ലതും തിന്നിട്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ വിളിച്ചിട്ട് പറഞ്ഞെന്തെന്നറിയോ? വലിയ അബീക അറുബഉ, വാപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി മോളെ. നീ 3 ദിവസമായിട്ട് പട്ടിണിയല്ലേ, വാപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി. അള്ളാഹുവെ, മുത്തുനബി പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വാപ്പയെ കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാ. അതായിരുന്നു സ്നേഹം. അങ്ങനെയാണ് മകളെ വളർത്തിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം പിടിച്ചിട്ട് മരണസമയത്ത് മുത്തുനബി രോഗം പിടിച്ച് കിടക്കുമ്പോ ഫാത്തിമ ബീവി കാണാൻ വന്നു. തന്റെ പൊന്നാര മകള് കാണാൻ വരുമ്പോ വാപ്പാടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ ബീവി കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഫാത്തിമ ബീവി അടുത്ത് വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, മോളെ ഫാത്തിമ, വാപ്പാടെ മരണമെടുത്തു, അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങി മോളെ, വാപ്പ മരിക്കാൻ പോകുകയാണെന്ന് പൊന്നാര മകളുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. വാപ്പയുടെ മരണമെടുത്തു എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, കരയാൻ തുടങ്ങി. തന്റെ പൊന്നാര മകള് കരയുന്നത് കണ്ടപ്പോ പിന്നെയും അടുത്തു വിളിച്ചു, ഇങ്ങു വാ. കരയുന്ന ഫാത്തിമയെ അടുത്ത് വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുത്തു, മോള് കരയണ്ട, അടുത്തത് നീയാ. വാപ്പ പോയാ തൊട്ടുപുറകെ നീയുണ്ട് ഫാത്തിമ. വാപ്പ അടുത്തത് നീയാണ് മരിക്കുന്നത് എന്ന് പൊന്നാര മകളുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തപ്പോ, മരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തപ്പോഴും ഫാത്തിമ ചിരിക്കുകയാ ചെയ്തേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി വല്ലാതെ ചിരിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെ പലരും ചോദിച്ചു, നീ എന്തിനാ ചിരിച്ചേന്ന്? ഞാൻ പറയൂല, എന്റെ വാപ്പ പറഞ്ഞ രഹസ്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതായിരുന്നു അവരുടെ ജീവിതം. മടിയും വഴക്കും ബഹളവും ഒന്നുമില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിയോടുകൂടി ജീവിക്കാൻ പഠിച്ചു. അവര് ജീവിച്ചു. അവസാനം മരിക്കുന്നതിന്റെ തലേ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചു. അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു പൊരുത്തം ചോദിച്ചു. എന്നിട്ട് അലിയാർ തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, അലിയെ, ഞാൻ മരിച്ച എന്റെ മയ്യത്ത് പകല് കൊണ്ടുപോയി കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. കേക്കടാ ചെറുപ്പക്കാരാ, ഒരു ദീനുള്ള പെണ്ണിനെ ഇത് പറയാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള പെണ്ണിനെ വേണം നീ വിവാഹം കഴിക്കാൻ. അലിയാർ തങ്ങളോട് തന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, എന്നെ രാത്രി കബറടക്കിയാ മതി, പകല് കബറടക്കണ്ട. അതെന്തേ ഫാത്തിമ നീ അങ്ങനെ പറഞ്ഞു? അലിയേ, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരൊറ്റ അന്യപുരുഷനും കണ്ടിട്ടില്ല. എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നതും എന്റെ മയ്യത്ത് ചുമക്കുന്നതും എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നതും അന്യപുരുഷന്മാരാ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എന്റെ ജനാസ ചുമന്നുകൊണ്ട് പോകുമ്പോ, എന്റെ ജനാസ കബറിൽ ഇറക്കി വെക്കുമ്പോ അന്യപുരുഷന്മാരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ, അതുപോലും എനിക്കിഷ്ടമല്ല അലിയെ. അതാടാ ദീനുള്ള പെണ്ണ്. അതാ ചെറുപ്പക്കാരാ ദീനുള്ള പെണ്ണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമകളെ വളർത്തിയത് അങ്ങനെ. മയ്യത്ത് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരാൾ എന്റെ ശരീരത്തിന്റെ വടിവ് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് യാത്ര പറഞ്ഞു. രണ്ടുപേരും അങ്ങനെ ഫാത്തിമ ബീബി മരണപ്പെട്ടു. മയ്യത്ത് കൊണ്ടുപോയി നിസ്കരിച്ചു, ജന്നത്തുൽ ബഖീയിൽ കൊണ്ട് കബറടക്കി. അല്ലാഹുവേ, അലിയാർ തങ്ങൾ എല്ലാവരും പിരിഞ്ഞുപോയി തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അലിയാർ തങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല.
ഒരു ദിവസം തന്റെ ഭാര്യ ഇല്ലാതെ വന്നപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാര്യയുടെ വിലയറിയില്ല, മഹത്വം അറിയില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കളെയും ഏൽപ്പിച്ചിട്ട് അവള് പോകുമ്പോ നമുക്ക് തിരിയും നമ്മുടെ ഭാര്യ ആരാ? അലിയാര് തങ്ങൾ ഒന്നാമത്തെ രാത്രി വീടിന്റെ അകത്ത് വന്ന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഫാത്തിമ ബീവി ഇല്ലാത്തത് കാരണം സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ജന്നത്തുൽ ബഖീയിലേക്ക് പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് അലിയാര് തങ്ങൾ സലാം പറഞ്ഞു. ഫാത്തിമ ബീവി സലാം അടക്കിയില്ല. ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഫാത്തിമ ബീവി സലാം അടക്കാതെ വന്നപ്പോ, മണിയറയ്ക്കകത്ത് ഭർത്താവും ഭാര്യയും പിണങ്ങിക്കിടക്കുമ്പോ പിണങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ പിണക്കം മാറ്റുന്നത് പോലെ അലിയാര് തങ്ങൾ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ, എന്തേ നീ എന്റെ സലാം അടക്കാത്തത്? നീ പിണങ്ങിയോ ഫാത്തിമ? എന്റെ സലാം എന്തേ മടക്കാത്തത്? അലിയാര് തങ്ങൾ പിന്നെയും സലാം പറഞ്ഞു. ഫാത്തിമ ബീവി സലാം അടക്കുന്നില്ല. അലിയാര് തങ്ങൾ പറയുന്നു, പിണങ്ങല്ലേ ഫാത്തിമ, നീ എന്റെ സലാം അടക്ക്. രണ്ടാമതും സലാം അടക്കാതെ വന്നപ്പോ അലിയാര് തങ്ങൾ ഫാത്തിമ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ അടുത്തിരുന്നിട്ട് ഖബറിന്റെ മുകളിൽ കൈവച്ചിട്ട് ഖബറിനോട് ചോദിക്കുകയാ, ഖബറെ, എന്റെ ഫാത്തിമയോട് പറ എന്നോട് സലാം അടക്കാൻ, എന്റെ സലാം അടക്കാം പറ ഖബറെ. അലിയാര് തങ്ങൾ ഖബറിനോട് ചോദിക്കുകയാ, എന്റെ ഫാത്തിമയുടെ വിശേഷം എന്താ? എന്റെ ഫാത്തിമയ്ക്ക് സുഖമാണോ? എന്റെ ഫാത്തിമ ആരെന്നറിയോ? വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കയറി വന്ന എന്നോട് നിന്നെ കുറിച്ച് പറഞ്ഞു തന്നവളാ ഫാത്തിമ. നിന്റെ ഖബറിനോട് പറഞ്ഞു കൊടുക്കുകയാ, മണിയറയ്ക്കകത്ത് കയറി വന്ന എന്നോട് ഈ ഖബറിനെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നിട്ട് എന്നെ കൊണ്ട് നിസ്കരിപ്പിച്ചവളാ എന്റെ ഫാത്തിമ. എന്റെ ഫാത്തിമയുടെ വിശേഷം എന്ത് എന്ന് മരണപ്പെട്ടു പോയ ഫാത്തിമയുടെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് അലിയാര് തങ്ങൾ ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ മകളെ വളർത്തിയതുപോലെ വളർത്തി. പ്രവാചകൻ എങ്ങനെയാണോ, എന്തൊക്കെ പരിഗണന നൽകിക്കൊണ്ടാണോ തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്, അതേ രീതിയിൽ ഏതെങ്കിലും മാതാപിതാക്കൾ രണ്ട് പെൺമക്കളെ വളർത്തി, നല്ല നിലയിൽ വളർത്തി, ഇസ്ലാം പറയുന്ന രീതിയിൽ വളർത്തി, ഇസ്ലാം പറയുന്ന രീതിയിൽ വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് പെൺമക്കളെ നല്ല നിലയിൽ വിവാഹം കഴിച്ചുവിട്ട എല്ലാ മാതാപിതാക്കൾക്കും അല്ലാഹു ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെൺമക്കളുള്ള മാതാപിതാക്കൾക്ക് ഈ പറഞ്ഞ രീതിയിൽ അവരെ വളർത്തി വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെൺമക്കളില്ലാത്ത പാവപ്പെട്ട ഞങ്ങളെ പോലുള്ളവർക്ക് അല്ലാഹു നല്ല സാലിഹത്തായ, കണ്ണിന് കുളിർമയുള്ള നല്ല പെൺമക്കൾ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ മുത്തുനബിയുടെ കൂടെ കയ്യിപ്പിടിച്ച് സ്വർഗത്തിൽ പോകുന്ന ഒന്നാമത്തെ വിഭാഗം അവരാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 11:50. ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞ സമയം അടുത്തു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷം. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു സദസ്സിൽ വരാനും നിങ്ങളെ കാണാനും എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞ വാക്ക് കുറച്ചെങ്കിലും പാലിക്കാൻ കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇവരൊക്കെ ഒരുപാട് നന്മ, ഒരുപാട് കാര്യങ്ങൾ. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഒരു ആംബുലൻസ്. അൽഹംദുലില്ലാഹ്, ഞാൻ ആദ്യം വരുമ്പോ ഈ പള്ളിയുടെ പണിയുമായിട്ടാണ് ആദ്യം വഴുതു വെച്ചെന്ന് സങ്കല്പിക്കുന്നു, ഇല്ലേ? ഫ്രണ്ടിലെ പള്ളി. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ഒരു ആംബുലൻസ് അത് വാങ്ങി. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അവരൊന്നും വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ വേറൊന്നുമില്ല. അവർക്ക് പടച്ചവന്റെ തൃപ്തി മതി. അത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു ആംബുലൻസ് വാങ്ങി. പിന്നെ അൽഹംദുലില്ലാഹ് രോഗം പിടിച്ചു കിടക്കുന്ന ഒരുപാട് പാവങ്ങൾക്ക് ഓരോ രീതിയിലുള്ള സഹായങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ, മറ്റുള്ള ആവശ്യങ്ങൾ, ഓരോ കാരുണ്യ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ആരൊക്കെ അതിലേക്ക് സഹായിക്കുന്നു, സഹകരിക്കുന്നു, ഈ നന്മയ്ക്ക് ആരൊക്കെ കൂട്ടുനിൽക്കുന്നു, അല്ലാഹു അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? ദുആ ചെയ്തൂടെ? പറ, ദുആ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ഒരു എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്.
ഇൻഷാ അല്ലാഹ് എല്ലാരും വരും ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് വാ ചങ്ങായിമാരെ, ദുആ ചെയ്യാം. വാ അല്ലേ, നിങ്ങള് ഉസ്താദാ ദുആ ചെയ്യേണ്ടതിരുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാരും വരും. ഇൻഷാ അല്ലാഹ് അടുത്ത് നിൽക്കുപ്പാ, എത്ര നാളെ നിൽക്കാൻ പറ്റുക, ജയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. വാ ഇൻഷാ അല്ലാഹ് നമുക്ക് പോയി കിടക്കാനുള്ള ജയിലുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ല എന്ന്, പക്ഷെ ഉണ്ടെന്നുള്ളത് ഇന്ന് തെളിഞ്ഞിരിക്കുക. അപ്പൊ മുസ്ലിം ഉമ്മത്തൊക്കെ വല്ലാത്ത പേടിയില്ല. ഉസ്താദെ, ഇവര് നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്ത്? ഇവര് പറയണ ഈ ജയിലിന്റെ റൂമിന്റെ അകത്ത്, ചെറിയ റൂമിന്റെ അകത്ത് ഒരുപാട് പേരെ കൊണ്ടിടൂ എന്നൊക്കെ പറഞ്ഞാൽ പേടിപ്പിക്കണം. ചെറിയ റൂമിന്റെ അകത്ത് കൊണ്ടുപോയി ഒരുപാട് പേരെ കൊണ്ടിട്ട് അടച്ചിടും എന്നൊക്കെയാ ഇവര് നമ്മളോട് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. എന്നാ ഈ പൊട്ടന്മാർക്ക് അറിയത്തില്ലല്ലോ, സ്വന്തം ബാപ്പാടെ കബർ മയ്യത്ത് കൊണ്ട് പള്ളിപ്പറമ്പിലെ കുഴിക്കകത്താ കുഴിച്ചിട്ടേന്ന് അവർക്കറിയില്ലല്ലോ. നമ്മുടെ വാപ്പാടെ മയ്യത്ത്, നമ്മുടെ ഉമ്മാടെ മയ്യത്ത്, നമ്മളൊക്കെ എത്രയോ പേരെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് ഒരു 6 അടി മണ്ണിന്റെ കുഴിക്കകത്ത് ഇറക്കിയിടുക. ഈ കബറിനകത്ത് പോയി കിടക്കേണ്ട നമ്മളോടാ ചെറിയ ജയിലിൽ പോയി കിടക്കണ കഥയൊക്കെ പറഞ്ഞു തരുന്നത്. അല്ലാഹു ആലം. അല്ലാഹു നമ്മുടെ മണ്ണർ അല്ലാഹു മണീറയാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മണ്ണർ അല്ലാഹു മണീറയാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെയും വഅദുണ്ട്, മറ്റന്നാളും വഅദുണ്ട്. 2 ബക്കറ്റ് കലശം കളഞ്ഞില്ലേ? കഴിഞ്ഞോ? ബക്കറ്റ് കലശം കഴിഞ്ഞോ? ഇൻഷാ അല്ലാഹ് മുസാഫകത്തൊക്കെ ഉസ്താദന്മാർ ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് അടുത്ത് വന്നേ. എല്ലാവരും ഈ താഴെ നിൽക്കുന്നവര് പറ്റുമെങ്കിൽ ഒന്ന് സ്വർഗത്തിൽ കയറി നിൽക്കി ദുആ ചെയ്യട്ടെ. ഇങ്ങോട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാർ, അൽഹംദുലില്ലാഹ് ഈ പരിപാടിക്ക് വലിയ ചെലവാണ്. നിങ്ങൾക്കറിയാം, ഇത്രയും വലിയ പരിപാടി സംഘടിപ്പിച്ചു, നല്ല പൈസ ചെലവായി. ഈ നാളെ തിരിയുമ്പോ, മറ്റന്നാൾ ഇവിടുന്ന് പിരിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മൈക്ക് സെറ്റുകാർക്കൊക്കെ വലിയ പൈസയാ കൊടുക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവർ, ഇവരൊക്കെ ആരാ വലിയ കോടി, ഇവര് 1-2 പേരെ ഉള്ള നല്ല ടീം, ബാക്കിയൊക്കെ പാവങ്ങളാ. അൽഹംദുലില്ലാഹ്. എങ്കിലും പ്രസിഡന്റ് ഒക്കെ ഉണ്ടവരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ജീവിത മാർഗത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണെന്ന് നല്ലപോലെ അറിയാം. എല്ലാവരും പ്രയാസത്തിലാണ്. പക്ഷേ കയ്യിലുള്ളപ്പോൾ കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലം പ്രയാസത്തിന്റെ സമയത്ത് കൊടുക്കുമ്പോഴാണ്. വിവാഹത്തിന് ചെമ്പുകണക്കിന് ബിരിയാണി വെച്ചു, എല്ലാരും തിന്നിട്ട് ബാക്കി വന്നപ്പോ ബാക്കി എത്തിങ്ങാനെ കൊണ്ട് കൊടുക്കും, അല്ലേ? അതിനേക്കാളും പ്രതിഫലമല്ലേ നിന്റെ വീട്ടിൽ വെച്ചത് ചമ്മന്തിയും ചോറും ആണെങ്കിലും ഒരു പാവപ്പെട്ടവന് തിന്നാൻ കൊടുത്താ അതിനേക്കാളും പ്രതിഫലം ഇതിനുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, നിങ്ങൾ ആരും ഇല്ല എന്ന് പറയരുത്. ഞാനൊരു സദക്ക ചോദിക്കാൻ, ആരും ഓടരുത്. ഇല്ല എന്നൊരാള് പോലും പറയരുത്. നിങ്ങൾക്ക് തരാൻ പറ്റുന്നതേ ഞാൻ ചോദിക്കൂ. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിപാടി നല്ല നിലയിൽ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരുടെ കയ്യിൽ നിന്ന് ഇവിടെ ഒരു വഅദ് നടത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു ചെറിയ സദക്ക ചോദിക്കാം. ആരും ഓസിന് തരണ്ട, പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഈ സദക്ക കൊടുക്കുന്നതെങ്കിൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം നീ മരിക്കുമ്പോ ഇതിന്റെ പ്രതിഫലം കണ്ടിട്ടേ മരിക്കൂ. അതാണ് പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ വരുമ്പോ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഉസ്താദിന്റെ ജന്മനാട്ടിലെ വഅദ് കഴിഞ്ഞിട്ട് നമുക്കറിയാം, ബഹുമാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒക്കെ മരണം നമുക്കറിയാം. നിങ്ങൾ ഇവിടെ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ ഇവിടെ പറഞ്ഞൊരു ഉസ്താദ് ഇതൊക്കെ മറക്കാൻ പറ്റുമോ? ആ മഹാന്മാരായ ഉസ്താദന്മാരൊക്കെ മരിച്ചു കിടന്നപ്പോ ചിരിച്ചത് വെറുതെയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ മരണസമയത്ത് അവര് ചിരിച്ചത് വെറുതെയല്ല. നമ്മൾ പല മമയത്തുകളും കണ്ടിട്ടുണ്ട്. മുഖം കറുത്ത്, കണ്ണ് തെള്ളി, വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ച്, ചിലരൊക്കെ മരിക്കുമ്പോ പോത്ത് കടന്ന് വിളിക്കണ പോലെ മുക്കറയിട്ട് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചുപോയി. മക്കളോട് വാപ്പ പറയാ, കാണണ്ട മോനെ, പേടി തോന്നുമടാ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്കിലും പലരും ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. എങ്ങനെയാ അവര് ചിരിച്ചത്? വെറുതെ ചിരിച്ചതല്ലോ, ആരെങ്കിലും ചിരിപ്പിച്ചതല്ലോ. ഒരാളും മരിച്ചു കിടക്കുന്ന സമയത്ത് ചിരിക്കാനുള്ള കാരണം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ ഉമ്മമാര് പറയും പ്രസവത്തിന് മരണവേദനയാണ്. അങ്ങനെ നിങ്ങൾ പറയരുത്. പ്രസവത്തിന് മരണവേദനയൊന്നുമല്ല, മരണവേദനയുടെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. കാരണം നീ പ്രസവിക്കുന്ന സമയത്ത് 1-2 നേഴ്സും ഒരു ഡോക്ടറും നിന്നെ പിടിച്ചു, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്ക് 70 മുതൽ 70,000 വരെ. 70,000 മലക്കുകൾ ഈ റൂഹ് പിടിക്കുന്ന സമയത്ത് കയ്യും കാലും പിടിച്ചു വെച്ചു കൊടുക്കണമെങ്കിൽ അതെന്ത് വേദനയായിരിക്കും?
അതാ മരണത്തിന്റെ വേദന. മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിച്ചു അത്രേ, അസ്റായിൽ, എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, ഒന്ന് പതുക്കെ പിടിക്കൂ, ഒന്ന് പതുക്കെ പിടിക്കോ. പ്രവാചകൻ പോലും ചോദിച്ചു പോയി. പ്രവാചകന് പോലും ആ മരണത്തിന്റെ വേദന താങ്ങാൻ കഴിഞ്ഞില്ല എന്ന് ചരിത്രങ്ങൾ പറയുമ്പോ ആ മുത്തുനബി തന്നെയല്ലേ മരണത്തിന്റെ വേളയിൽ പറഞ്ഞത്, ഇന്നലിൽ മൗത്തില സക്കറ, മരണത്തിന് വലിയ വേദനയുണ്ടെന്ന് മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നിട്ടാ പോയെ. എന്തേ നീ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? എന്തേ നമ്മൾ ആരും, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും എല്ലാ ഗവൺമെന്റ് കൊണ്ടുപോകാൻ പോകാം ഉസ്താദ് എന്ന് പയ്യൻ നടക്കുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചെറിയ ഒരു സദഖ ചോദിക്കുകയാ. ആരും വെറുതെ കൊടുക്കണ്ട. ഇത് കൊടുത്താൽ ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു പറഞ്ഞു, നിന്റെ ശരീരവും നിന്റെ സമ്പത്തും നീ എനിക്ക് നൽകിയ ഞാൻ നിനക്ക് സ്വർഗം തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഈ പരിപാടി, ഇതിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു രോഗിക്ക് മരുന്ന് വാങ്ങാൻ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനൊരു സഹായം നൽകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സദഖ നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ മരിക്കുന്ന സമയത്ത് അള്ളാഹു നിനക്ക് കാണിച്ചു തരും. വ അബ്ശിറൂ ബിൽ ജന്ന, മലക്കുകൾ കാണിച്ചു തരും ഈ കൊടുത്തതിന്റെ പ്രതിഫലമിത, നീ കൊടുത്ത സദഖയുടെ പ്രതിഫലമിത, ഈ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ആ സ്വർഗത്തിൽ നോക്കി ചിരിച്ചു കൊണ്ടുപോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.